എമ്പുരാനിലേക്കുള്ള യാത്രയല്ല അടുത്ത്. ഇല്ല, എന്റെ അടുത്ത് ഒന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. കൺട്രോൾ നല്ല കളിക്കാരനായിരുന്നു. ഡയറക്ടർ കളിക്കും, പ്രൊഡ്യൂസർ കളിക്കും, പിന്നെ എല്ലാരും കളിക്കുന്ന ആൾക്കാരാ. രണ്ടാം മോഷണം എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് ആവാൻ വേണ്ടിയിട്ടും ഒക്കെ ചെയ്തതാണ്. നമ്മൾ ഉദ്ദേശിച്ച മാറുന്ന കാലഘട്ടത്തിൽ മാറുന്ന ആസ്വാദനമാണ്. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടപ്പെട്ട് ചെയ്യേണ്ട ഒരു ജോലിയാണുള്ളത്. അതുപോലൊരു മേഖല വന്നു കഴിഞ്ഞ് വേറൊരു പണിക്ക് പോകാന്ന് പറയുന്നത് നമ്മളെ കൊള്ളാത്തതുകൊണ്ടാണെന്ന് പറയത്തുള്ളൂ. നമ്മുടെ നാട്ടിലെല്ലാം സിനിമാക്കാരൻ എന്ന രീതിയിൽ അറിയപ്പെടാൻ തുടങ്ങി. നേരത്തെ 50 രൂപയ്ക്ക് പിരിവ് കൊടുത്താൽ നേരത്തെ ഇപ്പം അത് പോകാൻ പഴയ ഇത് മാറിയിട്ടില്ല. അച്ഛനും ഇതിനകത്ത് അഭിനയിച്ചു. ഞാൻ എന്റെ വീട്ടില് റേഷൻ കാർഡിൽ നിന്ന് പേര് കിട്ടും. ബാക്കി ഞങ്ങളൊക്കെ തമ്മിൽ തല്ലിച്ചു, എന്നെ അപ്പനെയും തമ്മിൽ തല്ലിക്കില്ലേ. കഷ്ടമുണ്ട്. നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ സംസാരം എന്ന് പറഞ്ഞാൽ നമ്മൾ വർത്താനം തന്നെ പറയുള്ളൂ. 2-3 സിനിമയിൽ അഭിനയിച്ചതിന്റെ കോൺഫിഡൻസിലാണ്ട് പണിയൊന്നും അറിയാൻ പാടില്ല. മാനസാന്തരം പറ്റി വേറെ ആളായോ എനിക്ക് മനസ്സിലാവണില്ല. അങ്ങനെയൊന്നുമില്ല, അത് മാറിയില്ലെന്ന്. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 3 പേർക്കും സ്വാഗതം. നമസ്കാരം. രവി, കുറെ ആയി കണ്ടിട്ടല്ലേ? പിന്നെ നമ്മൾ ഒരു സിനിമ റിലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറെ തോന്നുന്നു അല്ലെ? കാണുന്നുണ്ട്. എന്തായാലും നല്ലൊരു സിനിമ. കുറെ ആയി സിനിമ റിലീസ് ചെയ്തിട്ട്. റിലീസ് 2018 കഴിഞ്ഞിട്ട് നവംബറിൽ നമ്മുടെ ഇതുണ്ടായിരുന്നു, അദൃശ്യജാലങ്ങൾ. അത് പക്ഷെ നമ്മൾ ഭയങ്കര എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊമോഷൻ അത് ചെയ്തില്ല, കുറച്ചല്ല. ഇപ്പൊ അന്വേഷിപ്പിൻ കണ്ടെത്തും സൂപ്പർ സിനിമ എന്ന് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു, നിങ്ങളും പ്രതീക്ഷിക്കുന്നു. പ്രേക്ഷകർ വിധി എഴുതേണ്ട സമയമാണ് ഫെബ്രുവരി 9. തീർച്ചയായിട്ടും ഒരു പോലീസ് അന്വേഷണ കഥയാണ് അല്ലെ? കൽക്കിക്ക് ശേഷം ഒരു പോലീസ് വേഷത്തിൽ എത്തുന്നതാണ്. പക്ഷെ കൽക്കി പോലത്തെ ഒരു സിനിമയല്ല അല്ലെ? യൂണിഫോം വൈസ് അതെ യൂണിഫോം ക്യാരക്ടറിന്റെ സിമിലാരിറ്റീസ് ഇല്ല, ഞാൻ പറഞ്ഞു. അതെ. പക്ഷെ നമ്മൾ ഇതില് ഞാൻ കേട്ടിരിക്കുന്ന കഥ വെച്ച് കൊലപാതക അന്വേഷണത്തിന് പോകുന്ന ഉദ്യോഗസ്ഥരാണ് നിങ്ങൾ അല്ലെ? പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒത്തിരി കഥകൾ വന്നിട്ടുണ്ട്. അതിൽ നിന്നും എന്തായിരിക്കും വ്യത്യാസമായി പ്രേക്ഷകർക്ക് നമുക്ക് പറയാൻ പറ്റുക? അങ്ങനെ അതിൽ നിന്ന് ഭയങ്കര വ്യത്യാസമാണ് എന്ന് പറയാൻ പറ്റില്ല. കാര്യം നമ്മളുടെ ഇൻഡസ്ട്രിയിൽ ഓൾറെഡി നല്ല ഗംഭീരമായിട്ടുള്ള പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസ് ഉണ്ടായിട്ടുള്ള കാരണം കൊണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം നമ്മൾ കുറെ ഏരിയ നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഇതൊരു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇതിന്റെ പുതുമ എന്ന് പറയുന്നത് ഇതൊരു പഴയ കാലഘട്ടത്തിൽ നടക്കുന്നു. അപ്പൊ പഴമയാണ് ഇതിന്റെ പുതുമ. അതായത് ഇപ്പൊ നമുക്ക് എന്ത് കേസ് തെളിയിക്കാനും ഇപ്പൊ സൈബർ സെല്ലും ഹാക്കർമാരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ. ആ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഒന്നും ഇല്ലാത്ത 93-94 കാലഘട്ടത്തിൽ നമ്മൾ അന്നുണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ കേസ് അന്വേഷിക്കുന്ന 4 പോലീസുകാരാണ് ഇവര്. അപ്പൊ അതൊരു പക്ഷെ ഒരു പുതുമയായിരിക്കും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. പുതുമയായിരിക്കും. മൊബൈൽ ഫോൺ ഇല്ലാത്ത, ഇന്റർനെറ്റ് ഇല്ലാത്ത, ഗൂഗിൾ സെർച്ച് ഇല്ലാത്ത, വാട്സപ്പ് ഇല്ലാത്ത, ആലോചിച്ച് നോക്ക്. ഇമെയിൽ പോലും അത്ര പോപ്പുലർ അല്ലാത്ത ഒരു കാലഘട്ടത്തിലെ ഒരു ഇൻവെസ്റ്റിഗേഷൻ. ഈ സിനിമ അപ്പം പഴയ പോലീസ് ഉദ്യോഗസ്ഥരെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ഓർമ്മ വരുവാണ് ഇവരൊക്കെ എന്ത് കഷ്ടപ്പെട്ടായിരുന്നു അന്ന് ചെയ്തതെന്നില്ല. അല്ല, ഇപ്പോഴത്തെ പോലീസുകാർക്ക് നല്ല കഷ്ടപ്പാടുണ്ട്. നമ്മൾക്ക് മാത്രമല്ലല്ലോ ടെക്നോളജി അഡ്വാൻസ് ആവുന്നത്. ക്രൈം ചെയ്യുന്നവർക്കും ടെക്നോളജി അഡ്വാൻസ്ഡ് ആയ കൊണ്ട് ബുദ്ധിമുട്ട് സെയിം തന്നെ. പക്ഷെ ബുദ്ധിമുട്ട് സെയിമോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് കൂടിയും കുറഞ്ഞിരിക്കാം. പക്ഷെ അന്നത്തേന് ഉള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞത് നമുക്ക് അത് തീർച്ചയായിട്ടും അതിൽ നമുക്ക് കുറുക്കു വഴികളൊന്നുമില്ല. ബുദ്ധിയും ഇൻറ്റ്യൂഷനും തെളിവുകളും എല്ലാം വെച്ചിട്ട് അന്വേഷിക്കുന്ന ഒരു പരിപാടിയാണ്. ഇത് പരമാവധി എൻഗേജിങ്ങും ഭയങ്കര എക്സൈറ്റിങ്ങും ആക്കി കീപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇതൊരിക്കലും ഒരു സ്ലോ ബേണർ സിനിമയോ അങ്ങനെയൊന്നുമില്ല. ഇത് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ തുടങ്ങി കഴിഞ്ഞാൽ പടപടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകും. കുറച്ചധികം ഉണ്ട് ഇതിനകത്ത് പറയാനായിട്ട് കഥയും. നമ്മളൊരു 10-60 ചില ദിവസം എടുത്ത് ഷൂട്ട് ചെയ്താൽ അത്രയും കണ്ടന്റ് ഉണ്ടെന്നുള്ള ആ ഒരു പേസ് എന്തായാലും സിനിമയ്ക്ക് ഉണ്ടാവും. പിന്നെ എൻ്റെ ക്യാരക്ടർ ഇപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് കൽക്കിയിലെ പോലെ അല്ലാന്ന് പറയാൻ കാരണം വെച്ചാൽ കൽക്കിയിലെ കുറച്ചും കൂടി ഒരു ലാർജർ ദാൻ ലൈഫ് ഇമേജ് ഉള്ളൊരു ക്യാരക്ടറായിരുന്നു. കുറെ പേരെയൊക്കെ ഇടിച്ചിടാൻ പറ്റുന്ന ആരോടും ആൻസറബിൾ അല്ലാത്തൊരു ക്യാരക്ടർ എന്നുള്ള പോലെയാണ് നമ്മൾ ആ ക്യാരക്ടറിനെ സമീപിച്ചിരുന്നത്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഒരു 90s സാധാരണ പോലീസുകാരൻ, SI, ആള് പോലീസ് ഫോഴ്സിലേക്ക് ജോയിൻ ചെയ്തിട്ട് ആളുടെ ആദ്യത്തെ ഒരു മേജർ കേസിൽ തന്നെ ഇയാൾക്ക് ഭയങ്കര
ആയിട്ട് ഇങ്ങനെ ഇൻവോൾവ് ആയിട്ട് ഇയാൾക്ക് ഈ ഒരു കേസിൽ ഇടപെടേണ്ടി വരുന്നു. അത് അയാളുടെ കൂടെയുള്ള ടീമിലെ പോലീസുകാരുടെയൊക്കെ ലൈഫിൽ എന്ത് മാറ്റങ്ങളാണ് വരുത്തുന്നത്, എന്ത് രീതിയിലാണ് സ്വാധീനിക്കുന്നത്, ഇത് അവസാനം അവർ തെളിയിക്കില്ലേ, ഇവര് അതിന് തോറ്റുവോ, ജയിച്ചാൽ തന്നെ ക്രെഡിറ്റ് കിട്ടുമോ കിട്ടില്ല എന്നുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതെല്ലാം വെച്ചിട്ടാണ് ഈ കഥ ബിൽഡ് ചെയ്ത് പോയിരിക്കുന്നത്. ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം നമുക്ക് രണ്ട് പ്രൊഡ്യൂസറിനെ അറിയാം, ഡയറക്ടറെ അറിയാം, ഇവര് ടീംസാണ്. അപ്പോൾ ഈ കഥ കേട്ട് കഴിയുമ്പോൾ ഇവര് നേരത്തെ ഒരു സിനിമ പ്രൊഡ്യൂസിലാണ് വരുന്നത്, അടുത്ത് നേരെ ഒരു സിനിമ ഡയറക്ടറും പിന്നെ ഒരു പ്രൊഡ്യൂസറുമായി മാറുന്നു, ജിനുവാണ് കൂടെ ഉള്ളത്. പക്ഷെ ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെയ്താൽ ഇത് കൊള്ളാം, ഇത് നല്ല സബ്ജക്ട്, എന്നിൽ നിന്നും പോകണ്ട എന്ന് തീരുമാനിക്കാൻ ഒരു എലമെന്റ് ഉണ്ടായിരിക്കുമല്ലോ. ഇതിന്റെ കഥ തന്നെയാണ് പ്രധാനമായിട്ടും. പിന്നെ അന്ന് മുതൽ എനിക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ ഉറപ്പെന്ന് പറഞ്ഞാൽ ഒരു ഗംഭീര ടീമായിട്ടേ നമ്മൾ സിനിമ ചെയ്യുള്ളൂ. അതാണ് എനിക്ക് ഒരു മേക്ക് ഷുവർ ചെയ്തത്. ഞാൻ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഞാൻ എങ്ങനെ ഈ സിനിമയിൽ ട്രസ്റ്റ് ചെയ്തു പല കഥകളും കേട്ടിട്ട് ചിലപ്പോൾ അത് എടുത്തു വരുമ്പോൾ അത്രയും നന്നായില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളപ്പോൾ അപ്പൊ പിന്നെ ടീം നന്നാവുക എന്നുള്ളതാണ് എനിക്ക് തന്നൊരു ഉറപ്പ്. അത് അവർ കൃത്യമായിട്ട് പാലിക്കുകയും ചെയ്തു. എല്ലാത്തിലും അത്യാവശ്യം ഇതിലും പ്രഗത്ഭരായിട്ടുള്ള ഈ സിനിമയ്ക്ക് ആവശ്യമുള്ള ആൾക്കാരെ കൃത്യമായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പ്ലേസ് ചെയ്ത് സിനിമയുടെ ക്വാളിറ്റി ഒരു തരി പോലും കോംപ്രമൈസ് ചെയ്യാതെ നമ്മളൊക്കെ ആഗ്രഹിച്ച പോലെ തന്നെ ചെയ്തു. ഇതിനെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് ഡാർവിൻ പൊതുവെ ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും പുള്ളി ഭയങ്കര ഈ പരിപാടിയിൽ ഭയങ്കര സോളിഡാണ്, പുള്ളി തറവാണ് ആസ് എ ഡയറക്ടർ എന്നുള്ളത് നമുക്ക് തുടക്കത്തിൽ മനസ്സിലായി. ആ ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു. ആ ട്രസ്റ്റ് ഉള്ള കാരണം കൊണ്ട് തന്നെ നമുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ ഒക്കെ പെർഫോമൻസസ് ബെറ്റർ ആയിട്ടുണ്ടെങ്കിൽ ആ ട്രസ്റ്റും ഒരു കാരണമാണ്. അത് തന്നെയാണ് കാരണം. ഈ പറഞ്ഞ പോലെ പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പൊ ഇടവും വലവും ഞാൻ വിനോദിനെയും പ്രമോദിനെ ഇരുത്തേക്കുമാണ്. ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ അന്വേഷണത്തിന് പോകുന്നതായിട്ട് പോസ്റ്ററിലൊക്കെ കണ്ടത്. ഇവരുടെ ഒരു അന്വേഷണം പിന്നെ 4 പേര് നമ്മൾ ചിത്രത്തിൽ കാണുന്നു. നമ്മൾ ഇരുന്നവരെ മാത്രമേ പറയുന്നുള്ളൂ. രാഹുൽ ഇന്ന് ഇവിടെ ഇല്ല, ഇടവും വലവും ഇരുത്തേക്കാണ്. ഇവരുടെ ഒരു യാത്രയാണല്ലോ, നിങ്ങളുടെ കൂടെയുള്ള യാത്രയാണ്. നമ്മൾ അന്വേഷണത്തിൽ പോകുമ്പോൾ പല അനുഭവങ്ങളുണ്ടാകും. സിനിമയ്ക്ക് പുറത്തുനിന്ന് അനുഭവം ഉണ്ടാകുമല്ലോ, സിനിമ ഷൂട്ടല്ല, അത്ര ഒരു അനുഭവം ഷെയർ ചെയ്യാൻ പറ്റുക ഏതായിരിക്കും ഓർമ്മ വരിക പെട്ടെന്ന് ഇവരിൽ നിന്നുണ്ടായ ഒരു അനുഭവം, നിങ്ങൾ മാറിയിരുന്ന് പറഞ്ഞൊരു അനുഭവം? അത് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മാറിയിരിക്കും. പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്തെടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്ക് നല്ല സന്തോഷമുള്ള ഓർമ്മകളാണ് ഈ സിനിമയെ പറ്റിയിട്ട്. സന്തോഷമുള്ള ഓർമ്മകളേ ഉള്ളൂ. എന്റെ ജോലിയല്ലാതെ മറ്റൊരു ടെൻഷനും എനിക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല. മറ്റൊരു കാര്യങ്ങളിലും ഒരു ടെൻഷനും ഞങ്ങളെ ഇവരെ അറിയിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് ഷൂട്ടിനിടയ്ക്ക് ബ്രേക്കിൽ നമ്മൾ ക്രിക്കറ്റ് കളിയൊക്കെയായിരുന്നു. അല്ലാതെ നമുക്ക് വേറെ ഒന്നും മാനേജ് ചെയ്യാനോ ടെൻഷനോ ഇല്ല. കാര്യം അടുത്ത ഷോട്ട് റെഡി ആകുമ്പോഴത്തേക്കും ലൈറ്റപ്പ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫ്രഷ് ആയി അവിടെ ചെന്ന് അഭിനയിച്ചാൽ മതി. അതല്ലാതെ നമുക്ക് അങ്ങനെ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഷൂട്ട് ചെയ്ത സിനിമയല്ല അതുപോലെ തന്നെ നമ്മള് എല്ലാവരും ഡയറക്ടർ ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും റൈറ്റർ ആണെങ്കിലും ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള എല്ലാവരും ഒരുമിച്ചാണ് ഈ പറഞ്ഞ ക്രിക്കറ്റ് കളിയും. അതെ അതെ, ആ വീഡിയോ നമ്മൾ കാണാറുണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിൽ എല്ലാവരും ഒരുമിച്ചിരിക്കലും തമാശകളും കഥകളും, ജിനിച്ചേട്ടൻ കുറെ പഴയ കഥകളൊക്കെ പറയും, നമ്മളുടെ എന്തും ഉണ്ടാവും. അപ്പൊ അതിന് കൗണ്ടർ പറയാനൊരു കഥ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങള് ഒന്നുകിൽ ഞാൻ താമസിക്കുന്നിടത്തേക്ക് ഇവര് വരും, അല്ലെങ്കിൽ ഇവര് താമസിക്കുന്നിടത്തേക്ക് ഞാൻ പോകും എന്നുള്ള പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു വീടൊക്കെ എടുത്ത് അവിടെ പാലയിൽ വീടെടുത്തിട്ട് അവിടെയാണ് ഞാനും എന്റെ കൂടെയുള്ളവരും ഒക്കെ താമസിക്കുന്നത്. അപ്പൊ ഇവരവിടെ വരും, നമ്മളവിടെ കുക്കിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് ഒരു 6 മണിക്കൊക്കെ ഷൂട്ടിങ് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളും അവിടെ ഒരു പുഴയുണ്ട്, പുഴയെ ചാടാം, അങ്ങനെ ഹാപ്പി ആയിട്ടാണ്. അതായത് സിനിമ അത് ഇവര് മാത്രമല്ല, കോട്ടയം നസീർ, അസീസ് നിരങ്ങാട് തുടങ്ങിയ നമ്മളെ ഈ ചേട്ടന്മാരും ഒക്കെ ഉണ്ടാവും. നന്ദു ചേട്ടൻ വരും, എല്ലാരും വരും, നിശാന്ത് ചേട്ടൻ, നിശാന്ത് സാഗർ, എല്ലാരും കൂടെ നമ്മൾ ഒരുമിച്ച് കൂടുന്നു എന്ന് പറയണതും. നമ്മൾ ഈ സിനിമ കുറച്ച് സീരിയസ് സിനിമയാണ്. അതിനകത്ത് ഹ്യൂമർ അല്ലെങ്കിൽ ഭയങ്കര ജോളി കാര്യങ്ങളെക്കാൾ കൂടുതൽ ഈ ഒരു കൊലപാതകം അന്വേഷിക്കുന്നതിന്റെ ഇടയ്ക്ക് അധികം നമുക്ക് അങ്ങനെ സ്പേസ് ഇല്ല, അങ്ങനെ സ്പോണ്ടേനിയസ് ഹ്യൂമർ ഒന്നും. പക്ഷെ ഇതിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ഇപ്പൊ അസീസ്ക്കാണെങ്കിലും നസീർക്കാണെങ്കിലും ഇവരൊക്കെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഭയങ്കര സീരിയസ് ആണ്. എന്നാൽ ഇവര് ശരിക്കും ഇവർ ഭയങ്കര ഹ്യൂമറിന്റെ ആൾക്കാരാണ്. നമ്മളെല്ലാവരും ഹ്യൂമർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും പടം കുറച്ച് സീരിയസുമാണ്. അതൊരിക്കലും നമ്മളുടെ പേഴ്സണൽ മറ്റേ സന്തോഷങ്ങളെയൊന്നും ബാധിക്കുന്നില്ല, സിനിമേനെയും ബാധിക്കുന്നില്ല. ആക്ഷൻ പിടിച്ചാൽ അല്ല, അത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ദിവസത്തെയും നമ്മൾ എൻജോയ് ചെയ്യണം, സന്തോഷത്തിൽ തന്നെ. അപ്പൊ നമുക്ക് അത് അഭിനയിക്കുമ്പോൾ ഒരു സുഖമാണ്. വർഷത്തിൽ ഭൂരിഭാഗം ദിവസം നമ്മൾ ഈ ഏതെങ്കിലും ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലാണല്ലോ. അപ്പൊ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് ബ്രേക്ക് എടുത്ത് ഒരു ദിവസം വെറുതെ ഇരിക്കണമെന്ന് തോന്നരുത്. കാര്യം ആ പ്രോസസ്സ് നമ്മൾ എൻജോയ് ചെയ്യണം. അങ്ങനെ എനിക്ക് ഒരു ദിവസം പോലും ബ്രേക്ക് വേണമെന്ന് തോന്നാത്തൊരു സിനിമയായിരുന്നു അന്വേഷിപ്പിക്കേണ്ടത്. തീർച്ചയായിട്ടും.
ഈ സിനിമയുടെ പൂജയുടെ അന്ന് തന്നെ ഞാൻ കണ്ടിരുന്നു. അപ്പൊ അന്ന് തന്നെ എന്നോട് പറഞ്ഞു ഒരു നല്ലൊരു സിനിമയുടെ ഭാഗമാണ്, ടോവിയുടെ കൂടെ അഭിനയിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് അവിടെ പോയി കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഒരുമിച്ച്, എനിക്ക് നിങ്ങളൊക്കെ രണ്ടുപേരും കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഇദ്ദേഹത്തിന്റെ ഹൗസ് വാമിങ്ങിന് നിങ്ങൾ പോയൊരു സാധനം എനിക്ക് എന്റെ ജീവിതത്തിൽ നിന്ന് മറക്കാത്തൊരു സംഭവമാണ്. ഞാൻ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ ചോദിച്ച അതൊക്കെയാണ് നിങ്ങളൊക്കെ ഉള്ള ഒരു സുഹൃത്ത് വലയം എന്ന് പറയുന്നത് അല്ലെ? ഈ സിനിമയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ടോവിയുടെ കൂടെ അഭിനയിക്കുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ സന്തോഷമില്ലായിരുന്നു. വളരെ സന്തോഷം. ഈ സിനിമ നമ്മളെ കൂടെ ചേർത്ത് വെച്ചതില്ല എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം ഞാൻ ചെയ്യുന്ന ഈ വേഷം ചെയ്യാൻ മലയാളത്തിൽ എന്നെക്കാൾ നല്ല നടന്മാർ ഒരുപാട് ആളുകളുണ്ട്. അത് എന്നിലേക്ക് എത്തുകയും അത് ഞാൻ പ്രമോദേട്ടൻ ചെയ്താൽ കൊള്ളാം എന്ന് അവരുടെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് തോന്നിയ ആ തോന്നലിന് ആദ്യം ദൈവത്തോട് നന്ദി പറഞ്ഞു. പിന്നെ വളരെ സന്തോഷം, രസകരമായ, നമുക്ക് 65 ദിവസം എങ്ങനെ പോയെന്ന് അറിഞ്ഞില്ല. എല്ലാം കൊണ്ടും ഈ സിനിമയോട് മാനസികമായി വല്ലാതെ കടപ്പെട്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇപ്പോൾ പറഞ്ഞ വീടിന്റെ പാലുകാഴ്ച എന്നൊക്കെ പറയുന്നത് അത് ഈ സിനിമയിൽ നിന്നുണ്ടായതാണ്. അത് ആ സിനിമയിൽ അവിടെ നിന്നാണ് ഇവരെല്ലാം എൻ്റെ വീട്ടിലേക്ക് വരും. നമ്മൾ ഈ സിനിമയുടെ മുഴുവൻ ആളുകളും ഒരുമിച്ച്. അപ്പം വല്ലാത്തൊരു ആത്മബന്ധം ഈ സിനിമയോടുണ്ട്. കഥാപാത്രത്തോടും എന്നാലാകുന്ന രീതിയിൽ നീതി പുലർത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് മോശമല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അത് ഞങ്ങളെല്ലാവരും ഒരു എന്താ പറയുക, ഒരാൾ ഒരു സിനിമ കാണാൻ വരുമ്പോൾ അദ്ദേഹം എന്താണ് മനസ്സിൽ ചിന്തിക്കുന്നത്, ഒരു കുറച്ച് നേരത്തെ ഒരു എൻ്റർടൈൻമെൻറ്റ്, അത് തീർച്ചയായും ഈ സിനിമ കൊടുക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ആളുകളെ തിയേറ്ററിൽ കയറ്റാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവർ കണ്ടിരിക്കുന്ന അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളെ സന്തോഷകരമാക്കും എന്നുള്ള കാര്യമാണ് ഉറപ്പ്. പിന്നെ ഇതിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബുണ്ടല്ലോ, അത് എന്നെ മലയാള സിനിമയിൽ നിർത്തിയതും ഇദ്ദേഹമാണ്. കളയിലാണ് എനിക്ക് നിൽക്കാൻ ഒരു സ്പേസ് തന്നത്. അതിന് മുമ്പ് ചില സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കളയാണ് എനിക്ക്, ഞാനൊരു സിനിമ നടൻ അല്ലെ സിനിമയിലെത്തി എന്ന് പറയാമെന്ന്. അവിടുന്ന് പിന്നെ മോശമില്ല നിലവിളിച്ചും ഇത് 3ാമത്തെ സിനിമ. ശരിക്കും പറഞ്ഞാൽ നടികർത്തലത്തിലും മൊത്തം എല്ലാം കൂടെ 54 സിനിമ. അപ്പം അങ്ങനെ ഒരു മോശമല്ലാത്ത ഒരു ജേർണി കിട്ടുന്നുണ്ട്. അതൊക്കെ എന്നെ ചേർത്ത് നിർത്തിയതിന്റെ ഇതാണ്. കള പോലൊരു സിനിമയിൽ എന്നെ മോശമല്ലാത്തൊരു കഥാപാത്രം ചേർത്ത് നിർത്താനാണെന്നുണ്ടെങ്കിൽ ചേർന്ന് നിൽക്കുമ്പോൾ എന്ത് സുഖമാണല്ലേ? തീർച്ചയായും ചേർത്ത് നിർത്തേണ്ട കാര്യമൊന്നുമില്ല. പുള്ളി പെർഫോം ചെയ്ത് സ്വയം നേടിയതാണല്ലോ. നമുക്ക് അങ്ങനെ ചേർത്ത് നിർത്താൻ മാത്രം ആരുമല്ല. ചേർന്ന് നിൽക്കുമ്പോൾ ഒരു സുഖമുണ്ട്. നമുക്കെന്നും അഭിമാനത്തോട് പറയാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ടോവി എന്നെ കൈ പിടിച്ചാൽ എനിക്ക് ആ കയ്യിൽ പിടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മള് ഒരു ഏത് സിനിമയാണെങ്കിലും ചെയ്യുന്ന സമയത്ത്, ഷൂട്ടിങ്ങിന്റെ സമയത്ത് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയും, നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടപ്പെട്ട് ചെയ്യേണ്ട ഒരു ജോലിയാണുള്ളത് ഒരു ക്രിയേറ്റീവ് വർക്ക് ആവുന്ന സമയത്ത്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഏറ്റവും ചുറ്റുപാടും ഏറ്റവും നല്ല ആൾക്കാരുണ്ടാവുകയും നമ്മളോട് സ്നേഹമുള്ളവരും നമുക്ക് സ്നേഹമുള്ളവരും ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കളയൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുള്ള സിനിമയാണ്. അതൊരു സൗഹൃദത്തിന്റെ പുറത്ത് തന്നെ സംഭവിച്ചിട്ടുള്ള സിനിമയാണ്. അതിനകത്തുള്ള എല്ലാവരും തമ്മിൽ ആ ഒരു സൗഹൃദം ഉണ്ടായിരുന്നുകൊണ്ടാണ് ആ ഒരു ബഡ്ജറ്റിൽ നമുക്ക് അങ്ങനെ ഒരു സിനിമ ഒരിക്കലും ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ് അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ എല്ലാ സിനിമയുടെയും പ്രോസസ്സ് നമ്മൾ എൻജോയ് ചെയ്യണമല്ലോ. എൻഡ് റിസൾട്ട് നമുക്ക് തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കള പോലെ ഇത്രയും ഫിസിക്കൽ നമുക്ക് സ്ട്രെയിൻ ഉള്ളൊരു സിനിമ എനിക്കൊരു പരാതി ഉണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും ഞാൻ വളരെ എക്സൈറ്റഡ് തന്നെയാണ് ഷൂട്ടിന് വന്നത്. അതെന്റെ ശരീരത്തിൽ വേദനകളില്ലാഞ്ഞിട്ട് ഒന്നുമില്ല. ചുറ്റുമുള്ള ആൾക്കാര് സിനിമ നന്നാവണം ഒരേ ആഗ്രഹത്തോടു കൂടി ഒരു അപകടം അല്ലെ? ഞാനന്ന് വേറെ എവിടെ നിൽക്കുമ്പോഴും അപകടം. ഞാൻ അവിടെ നിന്നാണ് ഒരു ഭക്ഷണം കഴിച്ചോണ്ടെങ്കിൽ ഞാൻ ടെലി കൊടുക്കുന്നത്. റിപ്പോർട്ട് ടിവിയിലാ ടോവിനിക്ക് അപകടം പറ്റിയെന്നും പറഞ്ഞ് വാർത്ത കൊടുക്കുന്നേ. അത് പിന്നെ ആ വാർത്ത കുറെ നേരത്തേക്ക് നിന്നത്. അതെ, ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പറയുന്നതിന് മുമ്പ് വാർത്ത വന്നു. അത് വീട്ടുകാർ വിചാരിച്ചു ഞാൻ നുണ പറയണതാണ്, വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ ഇവര് നുണ പറയണതാണ്. എന്തേ വാർത്തയിലൊക്കെ കണ്ടല്ലോ. അല്ല, അത് എനിക്കിപ്പോഴും ഓർക്കാണ്. ഞാൻ ഈരാറ്റുപേട്ടയിൽ നിൽക്കുമ്പോഴാണ് ആ സംഭവം നടക്കുന്നത്. ശാരീരികമായി ഒരുപാട് അധ്വാനിച്ചൊരു സിനിമയാണ്. ഞാൻ നേരിട്ട് കണ്ട ആളാണ്. അവിടുത്തെ എല്ലാ അതൊക്കെ അങ്ങനൊക്കെ അത്രയും ആ പടത്തിന് കാണിച്ച ആത്മാർത്ഥത അതാണ്. വേറെ പണിയൊന്നും അറിയാൻ പാടില്ലല്ലോ. ആകെ നമുക്ക് അറിയാവുന്ന കരുതുന്ന ഒരു ജോലി സിനിമയാണ്. ഇത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം ലാലേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചത്, ലാലേട്ട ഈ സിനിമയിൽ നിന്ന് അടുത്ത സിനിമയിലേക്ക് അപ്പനോട് വേറെ പണിയൊന്നും അറിയില്ല മോനെ, പച്ചര ഇന്ന് പോട്ടെ ഭയങ്കരമായിട്ട് ചർച്ച. ഇത് പറഞ്ഞ പോലെ അല്ല, സത്യമാണ്. വേറെ എന്ത് ജോലി സിനിമ കയറില്ലായിരുന്നു, വേറെ എന്ത് ജോലി ആയിരുന്നു എനിക്കൊരു പിടിയില്ല. ഇതുപോലൊരു മേഖല വന്നു കഴിഞ്ഞ് വേറൊരു പണിക്ക് പോകാന്ന് പറയുന്നത് നമ്മളെ കൊള്ളാത്തതുകൊണ്ടാണെന്നേ പറയത്തുള്ളൂ. പെട്ടെന്ന് നമുക്ക് സിനിമ കിട്ടുക എന്ന് പറയുന്നത് ഇത്രയും 10,000-കണക്കിന് ആളുകൾ സിനിമയിലില്ലേ. അതിൽ ഒരു സിനിമ ഉണ്ടാകുമ്പോൾ അതിലൊരു കഥാപാത്രത്തിന് നമ്മുടെ പേര് ഓർക്കുക എന്ന് പറയുന്നത് ആ ഭാഗ്യം ആദ്യം ഉണ്ടാകേണ്ടത് അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ എത്രയോ എനിക്ക് ഇതുവരെ സിനിമ വന്ന എല്ലാ കൺട്രോളർമാരും വൈകുന്നേരങ്ങളും ചില വിശേഷം എന്നാ ഉണ്ട് വിശേഷം ഞാൻ പറയുന്ന കമന്റ് ഇതാണ്, ഞാൻ റേഷൻ കാർഡ് ഒന്ന് തിരിച്ചു വെക്കാൻ വന്നതാണ്. നമ്മൾ റേഷൻ കാർഡ് ചെല്ലുമ്പോൾ ആദ്യം കൊണ്ട് റേഷൻ കാർഡ് വെക്കും, അടുത്ത ആൾ വെച്ചാൽ നമ്മുടെ അടിയിലായി പോകും. നമ്മൾ തിരിച്ചു വെക്കാൻ വേണ്ടി വിളിക്കുന്നതാന്നേ പറയും. അപ്പൊ അത് ശരിക്കും അതൊരു വിളി വിളിച്ച് ഒരു 2 ദിവസം ഒരു 5 ദിവസത്തെ പണി നിർത്തിയാലേ എന്റെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഇപ്പം നമ്മുടെ നാട്ടിലെല്ലാം സിനിമാക്കാരൻ എന്ന രീതിയിൽ അറിയപ്പെടാൻ തുടങ്ങി. അപ്പൊ എല്ലാ ഭാരങ്ങളും അതുപോലെ
വന്ന് നേരത്തെ 50 രൂപയൊക്കെ പിരിവ് കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പം അത് പോരാ. അവന് നമ്മളിപ്പോൾ 50 കൊടുത്തതായിരിക്കും ഇപ്പോഴും. അതുകൊണ്ട് പറഞ്ഞു അവൻ പഴയ ഇത് മാറിയിട്ടില്ല, മാറിയ സ്വഭാവം ഇപ്പോഴും നമ്മുടെ ഇല്ലെന്നുള്ള കാര്യം. അപ്പം അതാണ് അത് പിടിച്ചു നിൽക്കുക. സിനിമയിൽ എത്തുക എന്ന് പറയുന്നത് ഭയങ്കര പണിയായിരുന്നു. നിൽക്കുകയും നമ്മളെ എത്താൻ എളുപ്പമാണ്. ഞാൻ നോക്കിയിട്ട് എത്താൻ എങ്ങനെയെങ്കിലും എത്തി. അല്ല അങ്ങനെയല്ല, ഒരു സീനിലെങ്കിൽ എത്താൻ എളുപ്പമായിരിക്കും. 2-3 സിനിമയിൽ അഭിനയിച്ചതിന്റെ കോൺഫിഡൻസിലാണ് എത്താൻ എളുപ്പമാണെന്ന്. നിൽക്കുന്നില്ലല്ലോ. അല്ല ഞാൻ പറഞ്ഞല്ല, നമുക്ക് എത്താൻ ചിലപ്പോ ഒരു സുഹൃത്ത് പോലെ ശരാശരി ഒരു ചെറുപ്പക്കാരിയെ സംബന്ധിച്ചിടത്തോളം സിനിമയിലേക്ക് എത്തുക എന്ന് പറയുന്നത് എന്റെ അനുഭവത്തിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. ഇതൊരു ഈ സ്ട്രഗിൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും എത്തിയാലും എന്നുള്ളതാണ്. എത്തുമ്പോ തീരും പ്രശ്നങ്ങളെല്ലാം എത്താൻ ചിലപ്പോ ഒരു കൂട്ടുകാർ, നമ്മുടെ സുഹൃത്ത് പോലെ. സിനിമയുടെ ക്ലൈമാക്സ് പോലെയാണ്, ശുഭം എഴുതി കാണിക്കും. അത് കഴിഞ്ഞ് ഒരുമിച്ച് ജീവിക്കണ്ടേ. ശരിയാണ്. കുറെ സിനിമകളായി അല്ലെ ചെയ്തു വെച്ചാണ് വേഷങ്ങളൊക്കെ ആളുകൾക്ക് അമ്പരിപ്പിക്കുന്നതിലും ചിന്തിപ്പിക്കുന്നതിലും കുറെ വേഷങ്ങൾ ചെയ്തു. എല്ലാ സിനിമകളും നമ്മളിങ്ങനെ വാച്ച് ചെയ്തു പോവാണ്. ഈ സിനിമയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അത്തരം ഒരു വെറൈറ്റി ഒരു പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥനായി അല്ലെ ചെയ്തു വെച്ച കഥാപാത്രത്തിൽ ഒത്തിരി വ്യത്യസ്തമായ ഡയലോഗുകളും സീനുകളും ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. എങ്ങനെ എൻജോയ് ചെയ്തു? ഇതൊരു സീരിയസ് കഥാപാത്രമാണ്. നമുക്ക് കോള് വരുന്നു, ഫസ്റ്റ് തന്നെ എസ് ഐ ആയിട്ട് ടോയ് ബ്രോ എന്ന് പറയുന്നു, ഡേറ്റ് ചോദിക്കുന്നു, എടുത്തിട്ട് ആവശ്യമില്ലാത്ത. പിന്നെ നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. കുറച്ചു നേരത്തെ പറഞ്ഞാൽ നമുക്കൊരു ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു റിസ്ക് ഇല്ലാണ്ട് നമുക്ക് സുഖമായിട്ട് അഭിനയിക്കാൻ പറ്റിയൊരു സമയം. ഇപ്പൊ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ അന്വേഷിക്കേണ്ടാന്ന്. നമ്മുടെ ഇവര് കൂടെ പോലീസ് എന്ന് പറയുമ്പോ അതും മാത്രം പിടിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഒരു ടെൻഷൻ ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി ഇപ്പോ. അപ്പൊ അത് നമ്മൾ നല്ലോണം ആസ്വദിക്കുന്നു. പിന്നെ നമ്മള് ഡ്രൈവറുടെ കൂടെ നമ്മള് 100% വിശ്വാസത്തോടുകൂടി നമ്മൾ ഇറങ്ങി അവസാനം വരെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. മറ്റേ മുന്നൊക്കെ നമ്മൾ ചെയ്യും 2 സീൻ ചെയ്യുമ്പോൾ എന്നാലും നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ എന്തെങ്കിലും ചെയ്യാറുണ്ട്, ശ്രമിക്കാറുണ്ട്. പക്ഷെ ഇത് നമുക്ക് ത്രൂ ഔട്ട് കിട്ടിയൊരു ഭാഗ്യം. അല്ല അങ്ങനെ ഒരു സിനിമ ഇതായിരിക്കും എനിക്ക് തോന്നുന്നു. അല്ല അതിന് മുന്നേ ഞാൻ ചെയ്തു തങ്കം. അത് കഴിഞ്ഞിട്ട് ബ്രോയപ്പുള്ളവരുടെ ഉള്ള പടത്തിലൊക്കെ അഭിനയിക്കും. ഒരു നായകനായിട്ട് വലിയ ആൾ നിൽക്കുമ്പോൾ ഞങ്ങൾ ഈ വടംവലിക്കാരുടെ പുറയിൽ ഒരാൾ നിൽക്കില്ല, വടം ചുറ്റി പിടിക്കാൻ. ആ ആളായിട്ട് നമ്മൾ കാണും. ഞങ്ങൾ വലിച്ചൊലിച്ച് കൊടുക്കും, ഫുൾ ടൈറ്റ് ചെയ്തോളൂ. കാരണം അപ്പൊ അങ്ങനെ ഒരാൾ ധൈര്യമായിട്ട് പുറയിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ പിടിച്ചു കൊടുക്കുന്നതിനെ ടൈറ്റ് ചെയ്യാൻ ഒരാളുണ്ടല്ലോ പുറകിൽ. ആ ധൈര്യമാണ് നമുക്ക് ഇങ്ങനെയുള്ളവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഇവിടെ എനിക്കും അങ്ങനത്തെ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ക്രൂ, പ്രൊഡ്യൂസറും റൈറ്ററും എല്ലാരും അങ്ങനെ ഒരാളുടെ തലയിൽ വെച്ചിട്ട് പോകുന്ന പരിപാടി ഈ സിനിമയിൽ അങ്ങനെ ഉള്ളപ്പോഴാണ് ടോയ് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്ത് അഭിനയിക്കാൻ പറ്റുമോ. എത്രയോ സിനിമകൾ ചെയ്തല്ലേ. ഇപ്പൊ നേരത്തെ പറഞ്ഞു എനിക്ക് ഒരു റിസ്ക്കും ഇല്ലായിരുന്നു. റിസ്ക് എടുത്ത് എത്രയോ സിനിമകളുണ്ട്. അതിൽ നിന്ന് ആ വാക്കിൽ നമുക്ക് എടുക്കാം. ഇപ്പൊ പിന്നെ റിസ്ക് ഒന്നും ഇല്ല. എനിക്ക് ഒന്നുമില്ല. ഇഷ്ടമുള്ള സിനിമയൊക്കെ ചെയ്യുന്ന ഹാപ്പി അല്ലേ. എന്താ റിസ്ക്? നല്ല സിനിമയാണെങ്കിൽ ഓടും, നല്ല സിനിമ അല്ലെങ്കിൽ ഓടില്ല. പ്രേക്ഷകർ കൃത്യമായിട്ട് വിധി എഴുതുന്നവരാ. അല്ല ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ വീട്ടിൽ നിന്ന് കഥ എഴുതാതെ പോകാതെ കുറച്ച് ഇഷ്ടപ്പെടും. ഈ പോസ്റ്റർ കാണുമ്പോഴും ട്രailer കാണുമ്പോഴും ഒക്കെ ഓരോരുത്തർ കഥയും ഉണ്ടാക്കും, ഓടിക്കുന്നു. നമുക്ക് അതും പക്ഷേ അതും ആസ്വാദനത്തിന്റെ ഭാഗമാണ്. അത് കണ്ടിട്ട് അതുപോലെ ഞാൻ എഴുതിയ പോലെ വന്നില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൊ അതാണ് എന്റെ പ്രശ്നം. അവർ ചെന്ന് കണ്ടതിന് ശേഷം, സിനിമ കണ്ടതിന് ശേഷം അതേക്കുറിച്ച് ഇത് വീട്ടിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ച മാറുന്ന കാലഘട്ടത്തിൽ മാറുന്ന ആസ്വാദനമാണ്. പോവുള്ളൂ. അഡ്വാൻസ് ആണ് ഇപ്പൊ എല്ലാം. ഒരു ട്രെയിലർ ഇറങ്ങുമ്പോൾ അതിന്റെ വിധി നിശ്ചയിക്കാൻ പറ്റുന്ന, പിന്നെ ഇത് മാറുന്ന കാലഘട്ടത്തിന്റെയും മാറുന്ന ആസ്വാദനത്തിന്റെയും അല്ല, എന്നും ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കറിയില്ലല്ലോ, പ്രേക്ഷകർ തീരുമാനിക്കില്ല. അത് സിനിമ തുടങ്ങിയ കാലം മുതൽ അങ്ങനെയല്ലേ. നമുക്ക് ഉറപ്പുള്ള എത്ര സിനിമകളുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ സിനിമ മാത്രം ചെയ്താൽ പോലെ എല്ലാവരുടെയും കരിയറിൽ ഒരു ഫെയിലിയർ എങ്കിലും ഇല്ലാത്ത ആർട്ടിസ്റ്റുകൾ ഉണ്ടാവില്ല. കാര്യം ഇതൊരു ട്രയൽ ആൻഡ് എറർ ആണ്. നമ്മള് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും എന്ന് നമ്മൾ കരുതുന്ന സിനിമയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാണ്ട് നമുക്കൊരു സർവേ എടുക്കാൻ പറ്റുമോ, ഈ സ്ക്രിപ്റ്റ് കൊണ്ടേ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ഞങ്ങളിത് സിനിമ അങ്ങനെ പറയാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. അച്ഛനും ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചു. അതല്ല, അപ്പൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ പറഞ്ഞു, ഒരു കാട്ടിൽ 2 സിംഹം വേണോ, ഒരു കാട്ടിൽ 2 സിംഹം വേണോ എന്നൊക്കെ അപ്പൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് പുള്ളി അങ്ങനെ ഭയങ്കര അഭിനയ തൽപരനൊന്നുമല്ല കേട്ടോ. പുള്ളി ചെറിയ ഇങ്ങനെ ഒരു ഡാർവിൻ ആണ് നമ്മുടെ ഡയറക്ടറാണ് ആദ്യം പറഞ്ഞത്, ഇങ്ങനെ അപ്പനെ കൊണ്ട് എന്റെ അപ്പനെ കൊണ്ടോ നിങ്ങൾ എന്താ പറയണേ, പുള്ളിക്ക് അങ്ങനെ അഭിനയിച്ച എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള എടുത്താപ്പം അതൊന്നും അല്ല, ഒരു സോങ് കെട്ടലാണ്, എന്റെ അപ്പനായിട്ട് തന്നെയാണ്. അങ്ങനെ പറയുമ്പോ അതിനകത്ത്
ഭയങ്കരമായിട്ട് അഭിനയിക്കേണ്ട കാര്യമില്ലല്ലോ, എന്റെ അപ്പം തന്നെയാണല്ലോ അത്. എന്നാലും ഈ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോ ടെൻഷനും പരിപാടികളൊക്കെ ഉണ്ടാകാമല്ലോ. കാര്യം ഞാനിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണല്ലോ. അപ്പൻ അത് കാരണം ഞാൻ പറയും പേടിക്കണ്ട, ഞാൻ പറഞ്ഞുതരാം കാര്യങ്ങളൊക്കെ. സാധാരണ എല്ലാ കാര്യങ്ങളും അപ്പൻ്റെ ഞാനും ഉപദേശം പേടിക്കണം, ഈ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ അസിക്കാം. കുറച്ചുണ്ടായിരുന്നുള്ളൂ, പക്ഷെ അത് ഡീസന്റ് ആയിട്ട് സേഫ് ആയിട്ട് പുള്ളി. അല്ല, പറഞ്ഞ അപ്പനായിട്ട് തന്നെ അഭിനയിച്ചിരുന്നു. നമ്മുടെ ജീവിതത്തിലും അപ്പൻ തന്നെയാണ്. ഈ അഭിനയിക്കുന്ന സമയത്ത് അപ്പൻ തന്നെയാണ്, ക്യാരക്ടർ മാത്രം മാറുന്നുള്ളൂ. അതെങ്ങനെയാണ് ഒന്ന് വർക്കൗട്ട് ചെയ്ത്? അപ്പന്റെ പക്ഷെ പെട്ടെന്ന് കാണുന്ന സമയത്ത് രൂപം ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. മീശ വളർത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീശ കുറിച്ച് പുള്ളി റിട്ടയർഡ് ഹെഡ് കോൺസ്റ്റബിൾ ആയിട്ട് തന്നെയാണ്. പിന്നെ ഈ ഒരു കുറിയും പിന്നെ അപ്പൻ എപ്പോഴും കൈ ഇവിടം വരെയൊക്കെ മടക്കുന്ന ആളാണ്. പുള്ളി ഇവിടം വരെയൊക്കെ മടക്കി വെച്ച് കാണുമ്പോ എനിക്ക് യൂഷ്വലി കാണുന്ന പോലെയല്ല, ഒരു വ്യത്യാസമുണ്ട്. സാധാരണ ഇപ്പൊ ക്യാരക്ടർ പിടിച്ചേക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. നല്ല രസമുണ്ട്. നിങ്ങൾ സംസാരിക്കുമായിരുന്നോ? സീനുകൾ കഴിയുമ്പോൾ ഇരുന്ന് സംസാരിക്കുമോ? ഞാനത് കൂടുതൽ സംസാരിച്ച അപ്പനെ പറഞ്ഞ ടെൻഷൻ അടിപ്പിക്കേണ്ടത് ഞാൻ. പക്ഷെ അമ്മ സൈഡിൽ ഇരുന്നിട്ട് കുറി ആ കൈയുടെ മുടക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ അമ്മ വെറുതെ ടെൻഷൻ അടിപ്പിക്കല്ലേ, അപ്പനല്ലെങ്കിൽ ചെറിയ ടെൻഷൻ ഉണ്ടല്ലേ. അമ്മ സൈഡിൽ ഇരുന്ന് അഭിപ്രായം പറഞ്ഞ ടെൻഷൻ അടിപ്പിക്കല്ലേ. അമ്മ ഷൂട്ടിംഗ് കാണാൻ വന്നേക്കാം, അപ്പനെ അഭിനയിക്കണ കാണാൻ വേണ്ടിട്ട് വന്നേക്കാം. അതൊക്കെ നല്ലൊരു മുഹൂർത്തല്ലേ? പിന്നെ ഭയങ്കര മുഹൂർത്തല്ലേ? ആദ്യമായിട്ടല്ല അച്ഛൻ ആദ്യമായിട്ടല്ലേ പുള്ളി. ഞാൻ സിനിമയ്ക്ക് കയറിയ കാലത്ത് പുള്ളി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയായിരുന്നു വീട്ടില്. പുള്ളി പണ്ടത്തെ നാടകത്തിലൊക്കെ ഇറങ്ങുമായിരുന്നു, നാടകത്തിലൊക്കെ അഭിനയിക്കുമായിരുന്നു. അപ്പൊ പുള്ളിയുടെ പാരമ്പര്യമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് വീട്ടിലിറക്കിയായിരുന്നു. ഞാനത് വക വെച്ച് കൊടുത്തില്ല. പക്ഷെ അതൊക്കെ ഒരു ഭാഗ്യമാണല്ലോ. നമ്മുടെ അച്ഛൻ തന്നെ നമ്മുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്നു. അപ്പൊ ഇതിനകത്ത് അഭിനയിച്ച് പുള്ളിക്ക് നാഷണൽ അവാർഡ് മേടിക്കാനൊന്നും അല്ലല്ലോ. എന്റെ അപ്പൻ തന്നെ എന്റെ അപ്പനായിട്ട് അഭിനയിക്കുന്ന സമയത്ത് എളുപ്പമായി. അതിന് ഒരുപാട് അഭിനയിച്ച് മറക്കുക എന്നുള്ളതല്ലായിരുന്നു അവിടെ ഒരു പ്രസൻസ്. വേറെ ആരെങ്കിലും അഭിനയിപ്പിക്കുന്നതിനേക്കാളും നല്ലതല്ലേ അങ്ങനെ ഒരു ക്യാരക്ടർ അപ്പം തന്നെ വരുന്നത്. ഒരു കൗതുകം. അത് പക്ഷെ ഇപ്പൊ എന്റെ അടുത്ത് 3-4 ഇന്റർവ്യൂലൊക്കെ ചോദിച്ചു. ഇത്രയൊന്നും ചോദിക്കുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല. 3-4 ഇന്റർവ്യൂല് എന്റെ അടുത്ത് ചോദിച്ചു, അപ്പൻ അഭിനയിക്കുന്നതിനെ പറ്റി ചോദിച്ചു. അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരോട് പോയി പറഞ്ഞേക്കാം. അപ്പൊ ഇതിലാണ് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇന്റർവ്യൂലൊക്കെ ഞാൻ നന്നായി സംസാരിച്ചിട്ടുണ്ട്. ഇന്റർവ്യൂലൊക്കെ ഞാൻ നന്നായി സംസാരിച്ചിട്ടുണ്ട്. അപ്പനെ കുറിച്ച് ഇനി സംസാരിക്കാം. ഇനി 2-3 ഇന്റർവ്യൂ വരുന്നുണ്ട്, പോയി പറയാം. നന്നായിട്ട് സംസാരിച്ചില്ല അച്ഛനെ കുറിച്ച്. ഇതിന് നന്നായിട്ട് അച്ഛനെ കുറിച്ച് നമുക്ക് നന്നായിട്ടല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. അല്ല, അപ്പനോട് ഞാൻ പോയി പറയാന്നേ. അത്യാവശ്യം നന്നായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് ഇന്റർവ്യൂ ബാക്കിയുണ്ട്. കണ്ട പോലെ കണ്ടാൽ ഇതിനേക്കാൾ സംസാരിക്കാം. ഈ തൃശ്ശൂര് ഫ്രാങ്ക് വിട്ടിട്ടില്ല? ഇല്ല, വിടാനുള്ള ഒരു പടം വന്നിട്ടില്ല. അതല്ലേ? അല്ല, ടൂയൊക്കെ മാറി. എന്ത് നമ്മൾക്ക് മാറാം, മലയാളം തന്നെയല്ലേ തരണ്ടേ? അല്ല, എനിക്ക് കേൾക്കില്ല. ഞാനങ്ങനെ മാറിയിട്ടൊന്നുമില്ല. ഞാനിപ്പോഴും ഒരാഴ്ച ഇനി അവിടെ പോയി നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നല്ല ഭാഷ, ഇരിക്കാനുള്ള ഭാഷ ഉണ്ടാവും. നമ്മൾ നോർമലി സംസാരിക്കാം. അപ്പൊ അത് മതി. നമ്മളിപ്പോ ഇവിടെ ഇരിക്കാനുണ്ട്. നമ്മൾ സംസാരം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ വർത്താനം തന്നെ പറയുള്ളൂ. അത് ഞാൻ കോളേജ് പഠിക്കാൻ പോയ സമയത്ത് ഒരു 10 ജില്ലയിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങളുടെ റൂമിൽ. ഞങ്ങള് 10-12 പേര് ഒരുമിച്ച് താമസിക്കണം. അപ്പൊ ഈ 10 ജില്ലയിൽ നിന്നുള്ള ആൾക്കാരുള്ള കാരണം കൊണ്ട് അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ കോൺഷ്യസ് ആയിട്ട് നമ്മള് വർത്താനം എന്നുള്ളത് മാറ്റി സംസാരം ചില വേർഡ്സ് നമ്മൾ മാറ്റിയിട്ടെന്ന് വെച്ചാൽ ആ സ്ലാങ്ങും അതൊന്നും മാറിയിട്ടില്ല, മാറ്റമൊന്നുമില്ല. ഞാനൊന്ന് സ്ലാങ് മാറ്റിയായിരുന്നു. കണ്ടായിരുന്നല്ലോ വിവേകാനന്ദൻ എറണാകുളം ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഈ ഇടയ്ക്ക് കുറെ വീഡിയോ വൈറലായി. മറ്റേ എന്താണ് മറ്റേ കരാട്ടയായി, വടിയിറക്കലായി, കുറെ ആയി. അതൊക്കെ എങ്ങനെയാണ് പഠിച്ചെടുത്തത്? ആരാണ് ഗുരു? നമ്മള് ഇവിടെ കൊല്ലത്ത് CBN കളരിയിലെ നമ്മളുടെ ശിവകുമാർ ഗുരുക്കളാണ് എന്നെ കളരി ഒരു ഏകദേശം ഒരു 6 മാസത്തോളം പുള്ളിയുടെ ശിഷ്യന്മാരുമാണ് പഠിപ്പിച്ചിരുന്നത് കളരി. അത് നമ്മൾ അജയന്റെ 2ാം മോഷണം എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് അതിലെ ഫൈറ്റുകളും ഒക്കെ കുറച്ചും കൂടെ ഒന്ന് ഓത്തന്റിക് ആവാൻ വേണ്ടിയിട്ടും ഒക്കെ ചെയ്തതാണ്. പക്ഷെ അത് ചെയ്തു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ മൊത്തം ശരീരത്തിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റിക്കും മൊത്തം പോസ്റ്ററിലും പിന്നെ റിഫ്ലക്സസും ഒക്കെ കുറച്ച് ഇമ്പ്രൂവ് ആയതായിട്ടുള്ള ഞാൻ റിയലൈസ് ചെയ്യേണ്ടത് ഒരു ദിവസം വഴിക്ക് വീണപ്പോഴാണ്. വഴിക്ക് വീണ് കഴിഞ്ഞാൽ സാധാരണ നമ്മള് ഈ ഭാഗവും കറക്റ്റ് ഈ ടെയിൽ ബോണും കുത്തി വീണ് മൊത്തം നട്ടലിന് ഇമ്പാക്ട് ഒക്കെ ഉണ്ടാവേണ്ടതാണ് ശരിക്കും. അങ്ങനത്തെ വീഴ്ചയാണ്. പക്ഷെ അത് കറക്റ്റ് ഞാൻ ഒരു ഇറക്കത്താണ് കറക്റ്റ് ബാലൻസ് ചെയ്ത് 2 കൈയും കാലിലേക്കും ഈക്വലി വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിന്നു. അത് ഞാൻ പ്ലാൻ ചെയ്തതല്ല, അത് അറിയാണ്ട് വീഴുമ്പോഴും റിഫ്ലക്സ് പോലെ അങ്ങനെ വരുന്നു എന്ന് പറയുമ്പോൾ അത് ഈ കളരി പോലുള്ള കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ മസിൽ മെമ്മറി കൊണ്ട് സംഭവിക്കണമായിരിക്കാം.
അപ്പൊ അങ്ങനെ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ ഇപ്പൊ സ്ഥിരമായിട്ട് വർക്കൗട്ടിന് പകരം സ്ഥിരമായിട്ട് വെയിറ്റ് ട്രെയിനിങ്ങിന് പകരം വെയിറ്റ് ട്രെയിനിങ്ങും പകുതി മാർഷൽ ആർട്സ് ട്രെയിനിങ്ങും പകുതി, അതും ജനറൽ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അത് തീർച്ചയായിട്ടും അത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സിനിമയിലും ഏതെങ്കിലും രീതിയിലൊക്കെ അത് ഉപയോഗിക്കാനായിട്ട് പറ്റുമായിരിക്കും എപ്പോഴെങ്കിലും. ഇപ്പൊ ഐഡന്റിറ്റി എന്നുള്ള സിനിമയിൽ അതിനകത്തും കുറച്ച് ആക്ഷൻ, ഓരോ സിനിമയിലും ആക്ഷൻ ചെയ്യുന്ന സമയത്ത് വേറെ വേറെ തരം ആക്ഷൻ ചെയ്യാലോ. ഇപ്പൊ തല്ലുമലയിൽ ചെയ്ത പോലത്തെ ഒരു ഫൈറ്റ് സീക്വൻസുകളായിരിക്കില്ല അജയന്റെ ഉണ്ടാവുക, അതുപോലെ ആയിരിക്കില്ല നടികൃത്തിലത്തിലുണ്ടാവുക, അതുപോലെ ആയിരിക്കില്ല ഐഡന്റിറ്റിയിൽ ഉണ്ടാവുക. ക്യാരക്ടറിനനുസരിച്ച് നമുക്ക് ഫൈറ്റിംഗ് സ്റ്റൈലിലും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റും നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ചാൽ. തീർച്ചയാണ് അങ്ങനെ ഒരു മാറ്റങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലോ പ്രേക്ഷകരുടെ മുമ്പിലേക്ക്. ഇനി ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് എല്ലാവർക്കും ഒരു ആഗ്രഹങ്ങളോ, പല നമുക്ക് ഇങ്ങനെ ചെയ്താക്കണം, അങ്ങനെ ഒരു ആഗ്രഹമുള്ള ഒരു ക്യാരക്ടർ എന്തായിരിക്കും? സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചിന്തിച്ചു വെച്ചിട്ടില്ല, ഞാൻ അങ്ങനെ ചിന്തിക്കാറുമില്ല. ഞാൻ കുറെ തരം ക്യാരക്ടേഴ്സ് ചെയ്തു, ഇനി ഇതൊന്നും അല്ലാത്ത വേറെ തരം ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് ഇപ്പൊ ആഗ്രഹം. അങ്ങനെ വരുന്നത് പോലെ വരുന്നതനുസരിച്ചിട്ട് ചൂസ് ചെയ്യാന്നുള്ളതാണ്, അല്ലാണ്ട് ഞാനായിട്ടും ഇങ്ങനെ ഒരു ക്യാരക്ടർ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഒന്നും ചിന്തിക്കാറില്ല. ഒരു സിനിമയിൽ നിന്നും അടുത്ത സിനിമയിലേക്കുള്ള യാത്രയാണ് അല്ലേ? അപ്പം ബോഡി വ്യത്യാസം വരുന്നുണ്ട്, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത്തരം ഒരു മാറ്റങ്ങൾ ഒരു സിനിമയിൽ നിന്ന് അടുത്ത സിനിമയിലേക്കുള്ള ഒരു തയ്യാറെടുപ്പ് എന്തൊക്കെയായിരിക്കും എടുക്കുക? അത് നമുക്ക് അങ്ങനെ ഒരു വലിയ ബോഡി ട്രാൻസ്ഫോർമേഷനുള്ള സമയമൊന്നും ചിലപ്പോൾ ഒരു സിനിമയിൽ നിന്ന് മറ്റു സിനിമയിലേക്ക് പോകുമ്പോഴത്തേക്കും കിട്ടിയെന്ന് വരില്ല. പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമ്മുടെ ചെറിയ ഇൻഡസ്ട്രിയാണ്. പിന്നെ നമ്മൾ ഇവിടുത്തെ ഒരു സംസ്കാരം അനുസരിച്ച് നമുക്ക് സിനിമകൾ ബാക്ക് ടു ബാക്ക് ഷൂട്ടുകൾ നടക്കുന്ന പോലെയാണ് ഇവിടുത്തെ ഒരു കൾച്ചർ ഓൾറെഡി ഉള്ളത്. പിന്നെ നല്ല സിനിമകൾ ആകുമ്പോൾ അത് വിട്ടുകളയാനൊന്നും തോന്നില്ല. അപ്പോൾ നമ്മൾ ഇച്ചിരി ബാക്ക് ടു ബാക്ക് ആണെങ്കിലും ചെയ്യണം എന്ന് തോന്നും. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിന് മുമ്പത്തെ സിനിമയുടെ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ പതുക്കെ അടുത്ത സിനിമയ്ക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ ഗോദ എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ശരീരം നന്നാക്കൽ പരിപാടി തുടങ്ങുന്നത് ഗപ്പിയുടെ ഷൂട്ടിന്റെ സമയത്താണ്. അത് ഗപ്പിയുടെ ഷൂട്ടിനെ എഫക്റ്റും ചെയ്യണില്ല, ഗോദയ്ക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ചെയ്യും. അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്ത് ചെയ്യാറുള്ളത്. പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ ഒരു 6 മാസം ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ ബോഡി ട്രാൻസ്ഫോർമേഷൻ ഒക്കെ കഴിഞ്ഞ ഇത് ആരാന്ന് ചോദിക്കും, നമ്മൾ മറന്നു പോകാൻ അത്രയും മതി മലയാളത്തിൽ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ പക്ഷെ കുറച്ചും കൂടെ ഒരു മിന്നൽ മുരളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ചും കൂടെ ഗ്യാപ്പ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അത് ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടല്ല, അത് നമ്മൾ ത്രൂ ഔട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ഓരോ സിനിമയ്ക്ക് മുമ്പ് ഒരു ബ്രേക്ക് എടുക്കണം, ഒന്ന് റിഫ്രഷ്ഡ് ആവണം, ഒന്ന് ക്യാരക്ടറിനെ ഒന്ന് ഡീപ്പായിട്ട് ഒന്ന് അനലൈസ് ചെയ്ത് പഠിച്ച് നമ്മളെക്കാളും ഇതിനെപ്പറ്റി ധാരണയുള്ള ഇതിന്റെ തിയറി അറിയാവുന്ന ആൾക്കാരായിട്ടൊന്ന് കൺസൾട്ട് ചെയ്ത് അങ്ങനെ ഒരു ക്യാരക്ടറിനെയൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്ത് അത് നമുക്ക് അഭിനയിക്കുക എന്നുള്ള പോലത്തെ. അപ്പൊ അതിനൊരു കുറച്ച് സമയം ചോദിച്ചു മേടിച്ചു തുടങ്ങി. ഫിസിക്കൽ അത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ, അല്ലെങ്കിൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണല്ലോ നമ്മളുടെ പെർഫോമൻസിന് നമ്മൾ ആ ക്യാരക്ടറിനെ കൂടുതൽ മനസ്സിലാക്കുകയും ഒക്കെ. അപ്പോൾ നമ്മൾ ഡയറക്ടറായിട്ടും റൈറ്ററായിട്ടും സിനിമയുടെ ടീമായിട്ടും ഇരിക്കും, അല്ലെങ്കിൽ ആക്ടിങ് ട്രെയിനേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഇരിക്കും. എന്നിട്ട് നമ്മൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും, എന്തൊക്കെയാണ് ആക്ടിങ് സാധ്യതകൾ ഈ ക്യാരക്ടറിനുള്ളതെന്നൊക്കെ. ചില സിനിമകൾക്ക് കിട്ടാം, എല്ലാ സിനിമകൾക്കും അത് ആവശ്യം വരില്ല. ഇപ്പോൾ അജയന്റെ 2ാം വർഷത്തിലൊക്കെ അത് ആവശ്യമായിരുന്നു. 3 ക്യാരക്ടർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് വ്യത്യസ്തമായിരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. മിന്നൽ മുരളി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതിനെ പറ്റിയിട്ട് കുറച്ചും കൂടെ ബോധവാനായത്. കൂടുതൽ ആൾക്കാർ നമ്മുടെ സിനിമകൾ കാണുന്നു, ഒരുപക്ഷെ കേരളത്തിൽ പുറത്തുള്ള ആൾക്കാർ കുറേ നമ്മളെ സിനിമകൾ കാണുന്നു. അപ്പോൾ നമുക്ക് നമ്മളെ ഇൻഡസ്ട്രിയുടെയും ഒന്നും പേര് കളയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഓപ്പൺ ആയതും ഒക്കെ. ഇപ്പോൾ എമ്പുരാനിലേക്കുള്ള യാത്രയല്ലേ അടുത്ത്? അതുണ്ട്, ഉടനെ ഉണ്ട്. എന്റെ ഡേറ്റ്സ് എക്സാക്ട്ലി എപ്പോഴാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, എന്റെ ഡേറ്റ്സ്. പക്ഷേ ഇനി അമേരിക്കയിലാണ് ലാലേട്ടൻ പോയി ജോയിൻ ചെയ്യാൻ പോണത്. അമേരിക്കയിലാന്ന് പറഞ്ഞു 5-ാം തീയതി അടുത്ത ഷെഡ്യൂൾ ആയോ? ഇല്ല, എൻ്റെ അടുത്ത് അങ്ങനെയൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, പറയാം എന്നാ പറഞ്ഞേക്കണേ. എന്തായാലും ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ആർക്കും സംശയമില്ല. ഓർപ്പല്ലേ? പിന്നെ എന്ത് സംശയിക്കണം? ആ തൃശ്ശൂർ സ്ലാങ്ങില് February 29 പ്രേക്ഷകരൊന്ന് തിയേറ്ററിലേക്ക് വിളിച്ചേ. നമുക്ക് പറഞ്ഞാൽ തന്നെ അതിന് വേണ്ടിട്ട് സ്ലാങ് പിടിക്കണമായിരുന്നില്ല. February 9 ഞങ്ങളുടെയൊക്കെ സിനിമ അന്വേഷിപ്പും കണ്ടെത്തും തിയേറ്ററിലേക്ക് വരുന്നു. എല്ലാവരും എത്തണം, പ്രത്യേകിച്ച് കുട്ടികള്. കുട്ടികള് ഒറ്റയ്ക്ക് വരില്ലല്ലോ. അല്ല അങ്ങനെയല്ല, കുട്ടികളൊന്നുമില്ല. ഒരു കുട്ടി പോകുന്ന ടിക്കറ്റാ. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. കാരണം തിയേറ്ററിൽ കണ്ടാലാണ് അതിന്റെ എഫക്ട് കിട്ടുക. കാരണം മ്യൂസിക് ഒക്കെ അതേമാതിരി ഭംഗിയിലെ ചെയ്തിട്ടുള്ളൂ. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് തീർച്ചയായും അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പം നമ്മൾ അന്വേഷിച്ചു പോകണം തിയേറ്ററിലേക്ക്, അപ്പോഴാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ സിനിമയിലുള്ള കാര്യങ്ങൾ. അതാണ് ആ പേര് പോലെ തന്നെ, നമ്മൾ അന്വേഷിച്ച് തിയേറ്ററിലേക്ക് പോകാൻ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്തൊക്കെയുണ്ടെന്ന്. അപ്പൊ അന്വേഷിക്കും കണ്ടെത്തുകയും തിയേറ്ററിൽ തന്നെ പോയി കാണാം. മറക്കണ്ട, February 9 എന്ത് തിരക്കുണ്ടെങ്കിലും മാറ്റി വെച്ചിട്ട് പോവാം, സിനിമ കാണുക, വീണ്ടും അടുത്ത തിരക്കിലേക്ക് നമുക്ക് മാറാം. സിനിമ
ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും എന്ത് തിരക്കണെങ്കിലും ഈ സിനിമ കാണാൻ അങ്ങനല്ല, ഭയങ്കര തിരക്കൊക്കെ ആണെങ്കിൽ 1-2 രണ്ടു ദിവസം ദിവസം കഴിഞ്ഞിട്ട് എന്നാലും മതി. ചോദിക്കണത് ശരിയല്ലല്ലോ. സിനിമ കാണണം, അത് പ്രത്യേക തരത്തിൽ അന്വേഷിച്ച് എങ്ങനെയാണ് കണ്ടെത്തുന്നത് കാണാൻ വേണ്ടി പഴയകാല പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തി തരുന്ന ഒരു സിനിമ കൂടിയാണ്. സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ ടോവി. താങ്ക് യു. 3 പേർക്ക് ഒത്തിരി നന്ദി. ഓക്കെ അല്ലേ? എന്റെ ഏറ്റവും വലിയ കൗതുകം എന്താ പറയാ, വളരെ മാന്യമായിട്ട് നമ്മളിപ്പോ ഒരു ഇന്റർവ്യൂ, പണ്ടത്തെ പോലെ പുള്ളി ഭയങ്കര കലക്ക ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. പക്ഷെ ഇതിന്റെ ഹെഡിങ് എന്തായിരിക്കും എന്നുള്ളത് മാത്രമേ എനിക്ക് ഡൗട്ടുള്ളൂ. ആ ഹെഡിങ്ങിൽ ഇതിൽ ഇനി എങ്ങനെ ഒരു കൊനസ്റ്റ് കൊണ്ടുവരുന്നുള്ളതിനെ പറ്റി ആലോചിച്ച് മാത്രമേ എനിക്കൊരു ടെൻഷനുള്ളൂ. അല്ല, എനിക്കെന്ന് വെച്ചാല് പണ്ടത്തെ പോലെ എല്ലാ ചോദ്യങ്ങളൊക്കെ കറക്റ്റ്, അടിപൊളി ചോദ്യങ്ങൾ, ഉത്തരങ്ങളൊക്കെ അടിപൊളി. ഇനി ഇതിലെവിടെ കൊനിഷ്ടു കൊണ്ടിരുന്നുള്ളത് മാത്രമേ എനിക്ക്. അല്ല, ഏത് അതോ എന്തെങ്കിലും മാനസാന്തരം പറ്റി വേറെ ആളായോ എനിക്ക് മനസ്സിലാവണില്ല. ആള് തന്നെയല്ലേ? അങ്ങനെയൊന്നുമില്ല. ഇനിയിപ്പോ ടോവി അങ്ങനെയില്ലാന്ന് മാറിയില്ലാന്ന് പറഞ്ഞ ഹെഡിങ് വേണ്ടി കൊടുത്തേക്കാം. ഏതാ? അപ്പനെ കുറിച്ച് ഹെഡിങ് കൊടുത്തേക്കാം. എന്താണ് കാണേണ്ട പോലെ കണ്ടാൽ കൊള്ളാം, എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഹെഡിങ് കൊടുക്കുന്നത്. അതായത് നല്ല ഹെഡിങ് ആണല്ലോ, കുഴപ്പമില്ല. വെറുതെ ഞാൻ എന്റെ വീട്ടിൽ റേഷൻ കാർഡിൽ നിന്ന് പേര് വിട്ടു. ബാക്കി ഞങ്ങളൊക്കെ തമ്മിൽ തല്ലിച്ചു, എന്നെ അപ്പനെയും തമ്മിൽ തല്ലിക്കില്ലേ, കഷ്ടമുണ്ട്. അല്ല, പിന്നെ ഒരു ആ ക്രിക്കറ്റ് കളി ഭയങ്കരമായിട്ട് നിങ്ങൾ ആസ്വദിച്ച് കളിച്ച ഞാൻ കണ്ടു. അത് ഭയങ്കര വൈറലായിട്ടുണ്ട്. ഓരോ ഡയലോഗുകളും കാര്യങ്ങളും. നമ്മുടെ കൺട്രോൾ നല്ല കളിക്കാരനായിരുന്നു ഞാൻ. കൺട്രോൾ നല്ല കളി. ഇവിടെ ഇപ്പുണ്ട്. ക്രിക്കറ്റ് കളിയായിട്ട് ഉദ്ദേശിച്ചത്. അല്ല, കൺട്രോളർ മാത്രമല്ല, ഡയറക്ടർ നന്നായിട്ട് കളിക്കും, പ്രൊഡ്യൂസർ നന്നായിട്ട് കളിക്കും, പിന്നെ എല്ലാരും കളിക്കുന്ന ആൾക്കാരാ. അപ്പൊ എല്ലാം ഓക്കെ ആകട്ടെ, സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. എന്നാലും ഒന്നുമില്ലാത്ത കൊനിസ്റ്റ് ലാസ്റ്റ് കൺട്രോളറിന്റെ കാര്യം പറഞ്ഞ കൊനിസ്റ്റ് അടിച്ചു, മാറിയിട്ടില്ല. ഓക്കെയാണ്. ഓക്കെ, എനിക്ക് ചെറിയ സംശയമുണ്ട് വേറെ ആരെങ്കിലും ഈ വേഷം മാറി വന്നേക്കാണോ? ഇല്ല, ഓക്കെയാണോ? മാറിയിട്ടില്ല. പക്ഷെ നല്ല മാന്യമായിട്ടല്ലേ, വൃത്തിക്കല്ലേ കൊടുക്കുള്ളൂ. നമ്മൾ എത്ര ആളാണ്? ഞാൻ ഞങ്ങൾ തമ്മിലുള്ള ഇടയില്ല, ബാക്കിയുള്ളവരുടെ അടുത്തുള്ളവരില്ല. എന്നോട് ആക്ച്വലി സ്നേഹമുള്ളവരുണ്ടാ അല്ലേ? നമ്മൾ എന്ത് സ്നേഹമുള്ളവരല്ലേ? ഇതിന്റെ വരട്ടെ, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഹെഡിങ് വരട്ടെ. ദുബായിൽ വെച്ചൊന്ന് കിട്ടിയ ട്രോള് മറക്കുന്നില്ല. എങ്ങനെയായിരുന്നു? ഇവിടെ വന്നാലും സമാധാനം തരൂല്ല. അത് പോയ പോക്കും. അതുകൊണ്ട് നിങ്ങളുടെ ചാനലിൽ ഗുണമല്ലേ ഉണ്ടായിട്ടുള്ളൂ. അത് കുഴപ്പമില്ല. അതുപോലെ തന്നെ അമ്മയുടെ മീറ്റിംഗിൽ ഒരു സാധനം, ശത്രുപക്ഷത്തുള്ളവരെ അല്ല, അപകടകാരികളെ കൂടെ ഇങ്ങനെ ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ഇതൊക്കെ തമാശ പറഞ്ഞല്ലേ, നമ്മൾ വിളിച്ച് സംസാരിക്കുന്നു 6 മണിക്ക്. എനിക്കൊരു വാർത്ത കൊടുക്കാൻ പറ്റാത്ത സങ്കടം. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള മറ്റേ വാർത്തകളൊക്കെ വരുമ്പോ നമ്മളെ വിളിച്ച് ചോദിക്കും കേട്ടോ. അത് നമ്മൾ അങ്ങനെയുള്ളൂ. അപ്പൊ ഒത്തിരി സന്തോഷം.